ഒരുപാട് ഇ ക്ലാസ് വഫി ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അതും ലോങ് വീൽ ബേസ് ആണ്. ഈ 220D ആണ് മോഡൽ വരുന്നത്. അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ഇ ക്ലാസ് E220D ലോങ് വീൽ ബേസ് എന്ന് പറയും. ഓക്കെ. W213 കോഡ് ചേസിൽ വരുന്ന. അടുത്തത് കെയുടെ കാർണിവലാണ്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാ? അല്ല അത് വണ്ടി വീഡിയോയിൽ സോൾഡ് ആയി പോയിട്ടുണ്ട്. ഇത് വേറെ പുതിയ സ്റ്റോക്കാണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ. അതെ അതെ അതെ. ഒരുപാട് ഇൻസ്പെക്ഷൻ ടീംസ് ഉണ്ടല്ലോ, നമ്മളെ വണ്ടിയൊക്കെ ഇൻസ്പെക്ഷൻ ടീം വന്നിട്ട് ഇവിടെ എല്ലാവരും ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പണ്ട് കാലത്ത് തുടങ്ങിയിരുന്നു. 2019 ടൈമിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നടക്കാത്തതുകൊണ്ട് വിട്ടതാണ് ഇൻസ്പെക്ഷന്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വഫീഖ് ഭായിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഗതം. ഡീൽ യുവർ റൈഡ്, അതാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത്. പുള്ളി വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂരാണ് ലൊക്കേഷൻ. ചെറുവണ്ണൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ രാമനാട്ടുകാരൊക്കെ അടുത്തായിട്ടുള്ള ചെറുവണ്ണൂർ അല്ലേ? അതെ അതെ. ഈ റൂട്ട് ഏതായിരുന്നു? നമ്മുടെ ഫറൂഖ് പഴയ പാലം, ഫറൂഖ് ഓൾഡ് ബ്രിഡ്ജിലേക്ക് പോകുന്ന റോഡ്, പഴയ പാലത്തിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ചെറുവണ്ണൂരിൽ നിന്ന് ഫറൂഖിലേക്ക് പോകുന്ന കറക്റ്റാ ജംഗ്ഷൻ ഏതാ പറയുക? ചെറുവണ്ണൂർ ജംഗ്ഷൻ എന്നാ പറയാ. ചെറുവണ്ണൂരിൽ നിന്ന് ഫറൂഖ് ഓൾഡ് റോഡ്. ഓക്കെ. അപ്പോൾ കയറി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നാണ് ബിസിനസ് ഓഫീസായിട്ട് പറയുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ. പ്രീമിയം വണ്ടികൾ, അതിൽ തന്നെ റീ വണ്ടികളും ഒറിജിനൽ കേരള വണ്ടികളും എല്ലാം വരും. പിന്നെ ഇന്നോവ ഹൈക്രോസ് ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. ഇങ്ങനത്തെ വാഹനങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ തന്നെ ഓൾമോസ്റ്റ് വാഹനങ്ങളൊക്കെ സെയിൽ ആവാറുണ്ട്. അതെ അതെ. എല്ലാ വീഡിയോ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെല്ലാ വണ്ടിയും സെയിൽ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ക്വാളിറ്റി അത് നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വസിച്ചെടുക്കണമല്ലോ. കാരണം ഇപ്പോൾ ടോട്ടൽ ലോസ് വണ്ടികൾ, പലതരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ. നമ്മളധികവും ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും. അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് എടുക്കാറ്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഒരു വീഡിയോ, നല്ലൊരു 3-4 വണ്ടി ഒരുമിച്ച് കിട്ടുമ്പോഴേ, ഫ്രെയിമിൽ കിട്ടുമ്പോഴേ ചെയ്യലുള്ളൂ. അങ്ങനെ ചെയ്യുള്ളൂ. ഓക്കെ. ബാക്കി വണ്ടിയുടെ വിശ്വാസം, അതായത് ടോട്ടൽ ലോസ് കാര്യങ്ങൾ അങ്ങനത്തെ വണ്ടികളേ ഇല്ല നമ്മുടെ അടുത്ത്. അത്രയും ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുള്ളൂ. ചില ആൾ പാർക്കിംഗ് സെയിലൊക്കെ വെക്കും വണ്ടികൾ. അറിയാത്ത ആൾ പാർക്കിംഗ് സെയിൽ വണ്ടി ഇല്ല നമ്മുടെ അടുത്ത്. ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികളേ ഉള്ളൂ. പിന്നെ നമ്മളൊരു കസിന്റെ വണ്ടി മാത്രമേ ഉള്ളൂ ഇതില് എക്സ്ട്രാ ഉള്ളത്. അതെ അതെ അതെ. അതാണ് ഒരു യൂസ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ പിന്നെ അത് ഇപ്പോൾ ഹൈക്രോസ് ഉണ്ട് 1 കിലോമീറ്റർ, അത് കാണിക്കാം. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളും. പിന്നെ പ്രൈസ് നമുക്ക് മാക്സിമം മുട്ടിക്കാൻ പറ്റുമോ? മാക്സിമം ഒക്കെ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ഒക്കെ ഒന്നിനൊന്ന് മെച്ചാണ്, നല്ല വളണ്ടികളാണ്. അതിന്റെ പ്രൈസ് വില കുറച്ച് കിട്ടുന്ന മുതൽ ഇപ്പോഴും വില കുറച്ച് കിട്ടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ക്വാളിറ്റീന്റെ കാര്യത്തിൽ എന്നാലും നമുക്ക് മാക്സിമം നല്ല വണ്ടികൾ കൊടുക്കാം. ഒക്കെ കറക്റ്റ് സർവീസും ഒക്കെ കറക്റ്റ് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടികളാണ്. അടിപൊളി. എന്തായാലും കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ. നമുക്ക് ആദ്യം ഒരു ഇ ക്ലാസ്സിൽ തുടങ്ങാം. ഒരുപാട് ഇ ക്ലാസ് വഫി ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അതും ലോങ് വീൽ ബേസ് ആണ്. ഈ 220D ആണ് മോഡൽ വരുന്നത്. അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 ഇ ക്ലാസ് E220D ലോങ് വീൽ ബേസ് എന്ന് പറയും. ഓക്കെ. W213 ചേസിൽ വരുന്ന ലോങ് വീൽ ബേസ്. ഓക്കെ. 40,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. ആ വർഷം വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കിലോമീറ്റർ തന്നെ പറയാം. സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? UP16 ആണ്, നോയിഡയിലാണ് നിലവിൽ സിംഗിൾ ഓണർ ആണ്. NOC എങ്ങോട്ടും നമുക്ക് എടുത്തിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ പുറത്തുനിന്നൊക്കെ കോള് വരാറുണ്ടോ? ഈ തമിഴ്നാട്, കർണാടക? നമുക്ക് തമിഴ്നാട്, കർണാടക, ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, ഈ ഒരു സർക്കിൾ സൗത്ത് റീജിയനിൽ കോൾസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പാൻ ഇന്ത്യ NOC കൊടുക്കാം. ഓക്കെ. ഇത് ഒരു ക്ലെയിമും കാര്യങ്ങളും ഒന്നുമില്ല. കറക്റ്റ് 0 ക്ലെയിം. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി നമ്മുടെ അടുത്തുണ്ട്. ഇപ്പോൾ ഇന്നലെ കാലിക്കറ്റ് ബ്രിഡ്ജ് വേ മോട്ടോഴ്സിന് ഇയർലി ചെയ്യേണ്ട 41,000 സർവീസ് ഒന്നും എടുക്കാനുണ്ടായിരുന്നു. സർവീസ് ഹിസ്റ്ററി നോക്കിയാൽ മതിയാവില്ല. അതെ അതെ. ഫിസിക്കൽ ചെക്ക്. അതെ, ഇത് കറക്റ്റ്. ഇപ്പോൾ ഇന്നലെ സർവീസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ആകെ സർവീസ് ചെയ്തിട്ട് ഒരു 100 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. പിന്നെ ടയർസ് കാര്യങ്ങൾ എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. വണ്ടിന്റെ മുകളിൽ ഒന്നും ചെയ്യാനില്ല. കസ്റ്റമർക്ക് ഒരു ഡീസൽ അടിച്ച് ഓടാനുള്ളൂ. നെക്സ്റ്റ് സർവീസ് 15,000 ചെയ്യാനുള്ളൂ. ടയർസ് കാര്യങ്ങളൊക്കെ ഗുഡാണ്. ഇനി 55,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്താൽ മതി. 40,000 ഓടിയത് 2017 മോഡൽ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ 25.5 25,50,000 രൂപയ്ക്ക് ഈ 220D 2017 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന പുതിയ ബ്രാൻഡ് ന്യൂ ടയേഴ്സും സർവീസ് അടക്കം കഴിഞ്ഞു നിൽക്കുന്ന വണ്ടിയാണ്. ബ്ലാക്ക് ആണ്. ബ്ലാക്കിന് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് കൂടുതലാണ്. അതിനിപ്പോൾ സിൽവറും
പാലഡിയം സിൽവർ ഒക്കെ കളർ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ബ്ലാക്കിന് കുറച്ചൊരു മാർക്കറ്റ് മാർക്കറ്റ് വ്യത്യാസം കുറച്ച് വൈറ്റും ഉണ്ട്. വൈറ്റ് നമ്മൾ വൈറ്റ് കാണിക്കുക ഒരു വണ്ടി കൂടി. ഓക്കെ. ഇതിങ്ങോട്ട് മാറിയല്ല ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളൂ അല്ലേ? അതെ അതെ, ഇങ്ങോട്ട് മാറിയല്ലോ. അടുത്തത് കെയുടെ കാർണിവലാണ്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയാ? അല്ല അത് വണ്ടി വീഡിയോയിൽ സോൾഡ് ആയി പോയിട്ടുണ്ട്. ഇത് വേറെ പുതിയ സ്റ്റോക്കാണ്. പുതിയ സ്റ്റോക്കാ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡല് കിയ കാർണിവൽ ലിമോസിൻ പ്ലസ് ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ലിമോസിൻ പ്ലസ് ആയിരുന്നു. ഇത് ലിമോസിൻ. ഓക്കെ. എന്താ മാറ്റം വരുന്ന പ്ലസ് ഇതുമായിട്ട്? പ്ലസിൽ കാര്യമായിട്ട് മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഹർമൻ ഗാർഡന്റെ സ്റ്റീരിയോ വരുന്നത്, പിന്നെ ഇലക്ട്രിക് സീറ്റ് വരുന്നത്, പിന്നെ ബ്രേക്ക് എന്താ പറയാ പാർക്കിംഗ് ബ്രേക്ക് ഇതില് സ്വിച്ചിലാണ് വരിക. പ്ലസിൽ ഇതില് നോർമൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെ. ഓക്കെ. ലിമോസിനാണ് 2022 മോഡൽ ഒറിജിനൽ കേരള വണ്ടി. ഇത് കേരളയാണ്, മറന്നുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത കേരള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ഒരു വെൽഫെയർ ഒക്കെ നോക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പണം മുടക്കണ്ട അല്ലേ? കുറച്ച് മുടക്കിയാൽ ഇങ്ങനത്തെ വണ്ടി കൊണ്ടുപോകാം. ഇതെവിടെ രജിസ്ട്രേഷൻ വരുന്നത്? ഇത് KL 51 നല്ല VVIP നമ്പറൊക്കെ ആണ്. ഓക്കെ. ബ്രാൻഡ് ന്യൂ ടയേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. എത്ര ഓട്ടം പറഞ്ഞു? ജസ്റ്റ് ഒരു 500 കിലോമീറ്റർ ഓടി ഉണ്ടാവുള്ളൂ ടയർ മാറ്റിയിട്ട്. കിലോമീറ്റർ 1 lakh ആയിട്ടുണ്ട്. 1,18,000 ഓടിയിട്ടുണ്ട്. 1,18,000 അവർ ഓട്ടം പോയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ക്ലെയിം ഒന്നുമില്ല, സീറോ ക്ലെയിം ആണ്. പിന്നെ 1,20 സർവീസ് ഇപ്പോൾ ഒന്ന് ഡ്യൂ ആയിട്ടുണ്ട്. നമുക്ക് കസ്റ്റമർക്ക് എടുത്തിട്ട് കൊടുക്കാം. സർവീസ് ചെയ്തിട്ട് കൊടുക്കാം. ടയർ ഇപ്പോൾ പുതിയ 4 എണ്ണം, ബ്രാൻഡ് ന്യൂ കോണ്ടിനെന്റലിന്റെ 4 ടയർ റീസെന്റ് ഇട്ടിട്ടുള്ളൂ. എത്രയാ ചോദ്യം? എത്രയാ ഇത് നമ്മൾ മറ്റേ വണ്ടി 36 ഒക്കെ ചോദിച്ചിരുന്നു. ഇത് നമുക്ക് നല്ലൊരു പ്രൈസിൽ കൊടുക്കാം. 1 lakh ഓടിയിട്ടുണ്ടെന്നുള്ളൂ വണ്ടി. വേറെ ഒരു 50,000 ഓടിയ ഫീലേ ഉള്ളൂ. വണ്ടി ക്ലീൻ. നമുക്ക് നെറ്റ് ഒരു 27 lakhs കൊടുക്കാം. 27 ലക്ഷത്തിന് 2022 ലിമോസിൻ. ഓക്കെ. ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്, സീറോ ക്ലെയിം വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഇതിന് ലോൺ ചാൻസ് ഇല്ലേ? ഇതിന് ലോൺ കയറും. ഓൾമോസ്റ്റ് 25 lakhs എന്തായാലും ചാൻസ് ഉണ്ട്, മാക്സിമം കയറും. ഓക്കെ. അടുത്ത വണ്ടി നല്ല മൈലേജിൽ ഒരു 7 സീറ്റർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഇന്നോവ ഹൈക്രോസ് ഫുള്ളി ഹൈബ്രിഡ് വാഹനമാണ്. എത്ര ഉണ്ടാവും മൈലേജ്? 20 മേലെ തന്നെ കിട്ടൂലേ? 22-23 നോർമലി കിട്ടുന്നുണ്ട്. കൂടുതൽ കിട്ടും. 18-17 എന്തായാലും നോർമലി എങ്ങനെ 18-17 എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ അത്രയും മൈലേജ് കിട്ടുന്ന 7 സീറ്റർ ആണ്. പിന്നെ യാത്രാസുഖം അല്ലേ? അതെ. എങ്ങനെയാ ഡീറ്റെയിൽ ഇത്? 2023 ഇന്നോവ ഹൈക്രോസ് VX ഹൈബ്രിഡ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല ZX ഓൺ ടോപ്പ് എൻഡ് തേർഡ് വേരിയന്റ് എന്ന് പറയും. ZX VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഇപ്പൊ ഇത് VX ആണ്. ഇതിൽ തന്നെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ബേസിക് ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇല്ലേ? അതായത് ZX ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. കാര്യമായിട്ട് ചെറിയ മാറ്റങ്ങളാണ് വരുന്നത്. JBL മ്യൂസിക് സിസ്റ്റം ഉണ്ടാവില്ല. പിന്നെ ZX-ന്റെ അലോയ് വീൽ നമ്മൾ ഇത് ഓൾറെഡി ഇതിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. VX-ന്റെ അലോയ് ചേഞ്ച് ആക്കിയിട്ട് ZX-ന്റെ അലോയ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ടയേഴ്സ് വലിയ കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഒക്കെ 4 പുതിയ ടയേഴ്സ് ആണ്. ഓക്കെ. ഇത് കിലോമീറ്റർ എത്ര ഓടി? 2023 മോഡല് ഇന്നോവ ഹൈക്രോസ് VX 50,000 കിലോമീറ്റർ കറക്റ്റ്. 50,000. ഓക്കെ. ആ മൈലേജ് വെച്ചിട്ട് നിലവില് ഓട്ടം കൂടുതലല്ല. അതെ, നിലവിൽ അണ്ടർ വാറണ്ടിയാണ്. ഇപ്പൊ റീസെന്റ് 48 സർവീസ്. എത്ര വരെയുണ്ട് വാറണ്ടി? ഒരു 6 months 7 months കൂടി ബാലൻസ് റിമൈനിങ് ഉണ്ട്. 2026 എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു 2 year 3+2 ആണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. വാറണ്ടി ഉണ്ട്, പിന്നെ ഒന്നും നോക്കാനില്ല. നിലവിൽ വാറണ്ടി ഉണ്ട്. ഓക്കെ. അണ്ടർ വാറണ്ടിയിലുള്ളത്. വേറെ ക്ലെയിമും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. 48 പറഞ്ഞപ്പോ സർവീസ് ചെയ്ത്? അല്ല, 48,000 സർവീസ് ചെയ്തു. ഇപ്പൊ കിലോമീറ്റർ 51 ആയിട്ടുണ്ടാവും. 51. അതെ. അപ്പൊ 58-ലാണ് ചെയ്യേണ്ടത് അല്ലേ? അതെ. നിലവിൽ അണ്ടർ വാറണ്ടിയാണ്. അപ്പൊ വാറണ്ടി തന്നെ ഉണ്ട്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ. എത്ര ഇപ്പോ ചോദിക്കുന്നത്? എത്ര? ഇത് കേരളയാണോ റിയാണോ? ഇത് മഹാരാഷ്ട്രയാണ്. MH രജിസ്ട്രേഷൻ ആണ്. അത് ആദ്യം ചോദിക്കണ്ട. അതെ. ഇത് നല്ലൊരു പ്രൈസ് ആണ്. കേരള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസിൽ നമുക്ക് കൊടുക്കാം. എത്ര കൊടുക്കാത്? നമുക്കൊരു നെറ്റ് ഫൈനൽ പ്രൈസ് ആയിട്ട് കൊടുക്കാം. 22,900 കൊടുക്കാം. നമുക്ക് 22,90. 22,90,000 രൂപയ്ക്ക് NOC എടുത്ത് കൊടുക്കാം. 2023 VX ആണ്. VX ഹൈബ്രിഡ് ഹൈക്രോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതും വാറണ്ടിയിൽ ഇനിയും 6 മാസം വാറണ്ടി ബാക്കിയുണ്ട്. NOC പ്രൈസ് ആണ്. ഇങ്ങോട്ടേക്ക് മാറിയാലേ ലോൺ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഒരു 4 lakhs എന്തായാലും കാണണം. 4 lakhs എന്തായാലും ഉണ്ടാവും. ഓക്കെ. നമ്മൾ ഫസ്റ്റ് കണ്ട ഈ ക്ലാസ് മാറണ എത്ര വണ്ടി? ഈ ക്ലാസ് ഒരു 5.50 lakhs കാണണം. അതിൽ വിട്ടുവരുന്നു. അതെ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നോവ ക്രിസ്റ്റ. ഇത് കേരളയാണോ റിയാണോ? ഇത് UP രജിസ്ട്രേഷനിലാണ് നിലവിലുള്ളത്. ഓക്കെ. ഉത്തർപ്രദേശ്. ഓക്കെ. ഏതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2017 ഇന്നോവ ക്രിസ്റ്റ 2.8
ഇസഡ് ഓട്ടോമാറ്റിക്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2017 മോഡൽ. NOC എവിടെ എടുത്തില്ലല്ലോ? NOC അങ്ങോട്ട് എടുത്തില്ല. ഓക്കെ. നേരത്തെ ഹൈക്രോസിന് എവിടെ NOC എടുത്തില്ല? ഇല്ല NOC. ഹൈക്രോസ് ഒക്കെ സിംഗിൾ ഓണറിലാണ്. എല്ലാം സിംഗിൾ ഓണർ തന്നെയാണ്. ഇപ്പോൾ കണ്ടൊക്കെ സിംഗിൾ ഓണർ? എല്ലാം സിംഗിൾ ഓണർ. ഓക്കെ. അപ്പോൾ ഇതിനും എങ്ങോട്ടും NOC എടുത്തില്ല. 2017 Z ഓട്ടോമാറ്റിക്. കിലോമീറ്റർ ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓൺലി 77,000. 77,000. അതായത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇനിയിപ്പോൾ എടുക്കുന്ന ആൾ തേടാവും. ഓക്കെ. ഇത് എന്ന് വെച്ചാൽ 1 lakhന്റെ താഴെ അങ്ങനെ കിട്ടൂല. വളരെ റയർ കേസാണ്. കിലോമീറ്റർ കുറഞ്ഞ വണ്ടി. പ്രോപ്പർ സർവീസ് റെക്കോർഡ്, കറക്റ്റ് സർവീസ്. ഇപ്പോൾ റീസെന്റ് 75ന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കലി ചെക്കപ്പ് എല്ലാം ചെയ്ത് ഫിസിക്കലി എല്ലാം നമ്മളെല്ലാ ഭാഗവും പരമാവധി നിങ്ങൾ ഇൻഷുറൻസിന്റെ ഹിസ്റ്ററിയും കൂടി ഇൻഷുറൻസ് ഹിസ്റ്ററി നോക്കും. എല്ലാ ഭാഗങ്ങളും ക്രോസ്. നമ്മൾ സർവീസ് ഹിസ്റ്ററി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വണ്ടി ഫിസിക്കൽ ചെക്കപ്പ് ചെയ്യണം. നമ്മൾ പുറത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് വർക്ക് എടുത്ത വണ്ടികളൊക്കെ മനസ്സിലാവില്ല നമുക്ക് ഒരിക്കലും. മാത്രമേ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് അത്രയും ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന വണ്ടികൾ മാത്രമേ എടുക്കുള്ളൂ. ഇത് നിലവിൽ വണ്ടി 4 പുതിയ ടയർ ഉണ്ട്. യോക്കോഹാമയുടെ എർത്ത് 1 ടയർ 4 എണ്ണം പുതിയ ബ്രാൻഡ് ന്യൂയിൽ ഉണ്ട്. പിന്നെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഇല്ല. വിൻഷീൽഡ് റീപ്ലേസ് ഉണ്ട്. വിൻഷീൽഡ് മാത്രം. പിന്നെ ഇത് ആഫ്റ്റർ മാർക്കറ്റ് പുറത്തുനിന്നാണ് ഇവർ ഫേസ് ലിഫ്റ്റ് ടൈപ്പ് 2ലേക്ക് മാറ്റിയിട്ടുണ്ട്. ടൈപ്പ് 1 ആണ് നിലവിൽ വണ്ടി. ടൈപ്പ് 2ലേക്ക് അല്ല പക്ക. അത് നമുക്ക് എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാം. മുന്നിലെ ക്രോസ് ബാർ കാര്യങ്ങൾ ഒന്നും ക്രാക്ക് കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേറെ ഒരു ഡാമേജും ഇതൊന്നുമില്ല. ചെറിയ മൈനർ പെയിന്റ് ജോബുകൾ നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ട് വന്നിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കും. എങ്ങനെ വേണം. തൊട്ടടുത്ത് തന്നെ ഇപ്പം ടൊയോട്ടൊക്കെയാണ് ഇതുവരെ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് നിയർ ബൈ ഉണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. പിന്നെ നാട്ടിൽ ഇഷ്ടം പോലെ ഇവാലുവേറ്റേഴ്സ് ഉണ്ട്. എവിടെ വിളിച്ചാലും കിട്ടും. പിന്നെ ഇതെന്താ 1 കിലോമീറ്റർ കുറവാണ്. ഇപ്പോൾ പല പ്രൈസ് നോക്കുമ്പോൾ കിലോമീറ്റർ 1.5 ലക്ഷം, 1.70, 1.80 കോടി വണ്ടിക്കൊക്കെ നമുക്ക് എത്രയാ ചോദ്യം? നമുക്ക് നെറ്റ് ആക്കിയിട്ട് 14.75 കൊടുക്കാം. NOCയിൽ 14,70,000. 2 ലക്ഷം കാണോ? 2.10. 2 റുപ്യ കണ്ടാൽ മതി. ഒരു വണ്ടി ബാക്കിയത് 2.12 ആണ്. ഒരു 2 മാസം മുന്നേ 2.10. 2 രൂപ അറൗണ്ട്. ഓക്കെ. 2,10,000 ഏകദേശം ഇങ്ങോട്ടേക്ക് മാറാൻ കാരണം 2017 Z ഓട്ടോമാറ്റിക് 77,000 കിലോമീറ്റർ ഓടിയ. പിന്നെ ഇതിൽ കുറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. നമ്മളെ ബാക്കിലെ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ്ഡ് ടൈൽ ലാംപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. 14,75,000 രൂപയ്ക്ക് 2017 Z ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. NOC പ്രൈസ് മാറുന്നവർ 2.10 കാണണം. വേറെ ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനമാണ്. മാറിയാലേ ലോണും കിട്ടും. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതും ഈ 220D തന്നെയാണ്. മെർസിഡസ് ബെൻസ് ലോങ് വീൽ ബേസ് അല്ലേ? അതെ, സെയിം സാധനം. നമ്മൾ ഫസ്റ്റ് കണ്ട അതേ സെയിം വണ്ടി തന്നെ. എങ്ങനെ ഡീറ്റെയിൽ? 2017 E ക്ലാസ് ഈ 220D ലോങ് വീൽ ബേസ് W213. മറ്റേ 17 സെയിം വണ്ടി തന്നെ. സെയിം ഇയർ തന്നെ. എല്ലാം സെയിം തന്നെ. കിലോമീറ്റർ ചെറിയൊരു 47,000 കിലോമീറ്റർ. മറ്റേ വണ്ടി 40,000 കിലോമീറ്റർ. ചെറിയൊരു മാറ്റം. 7,000 കിലോമീറ്റർ ഇത് അധികം ഓടിയിട്ടുണ്ട്. 47 പ്രോപ്പർ സർവീസ് സിംഗിൾ ഓണർഷിപ്പിൽ നിലവിൽ ഉള്ളത്. HP രജിസ്ട്രേഷനിലാണ് ഉള്ളത്. ഹിമാചൽ പ്രദേശ്. ഇത് ബ്രാൻഡ് ന്യൂ ആണോ? ടയേഴ്സ് ഓൾമോസ്റ്റ് ഗുഡ് ആണ്. ഒരു 75% ടയേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ. വേറെ മേജർ റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. വണ്ടി എല്ലാം ക്ലീൻ ആണ്. കറക്റ്റ് നമ്മൾ എല്ലാ ഫിസിക്കലി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത വണ്ടിയാണ്. ഓക്കെ. നമ്മള് നല്ല ആളെ പേര് പറയണ്ട, ഹൈ പ്രൊഫൈൽ ക്ലയൻസ് യൂസ് ചെയ്ത വണ്ടി തന്നെ. ഓക്കെ. വേറെ മേജർ റീപ്ലേസ് ഇല്ല. നമ്മൾ കംപ്ലീറ്റ് ക്രോസ് ചെക്ക് ചെയ്താണ്. ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓണർ സിംഗിൾ. ഒരു ലെഫ്റ്റിൽ ഒരു ഹെഡ്ലൈറ്റ് ചെറിയൊരു മൈനർ ക്രാക്ക് ആയിട്ട് റീപ്ലേസ്ഡ് ഉണ്ട്. ഹെഡ്ലൈറ്റ് മാത്രം? ഹെഡ്ലൈറ്റ്. വേറെ ഒന്നുമില്ല. ബമ്പർ ഒന്നുമില്ല. ഹെഡ്ലൈറ്റ് ചെറിയ ബമ്പർ കോർണർ പെയിന്റ് ജോബ് ഡൺ ഹിസ്റ്ററിയിലുണ്ട്. വേറെ ഒന്നും ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാണ്. 2017 മോഡല്. 47,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ലോങ് വീൽ ബേസ് വാഹനമാണ്. ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷനിൽ കിടക്കുന്ന ഈ 220D. നമ്മൾ എത്ര ചോദിക്കുന്നത്? നമുക്ക് 24,50 കൊടുക്കാം. 24.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നെറ്റ് ആക്കി പറയുന്നതാണ്. വണ്ടി ക്വാളിറ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. മറ്റേ 25.5 NOCയിൽ അവിടെ മാറാൻ ഒരു 5-5.5 രൂപ എന്തായാലും വരും. കളറില് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, കളറിൽ വൈറ്റും ബ്ലാക്കും ആണ് മാർക്കറ്റിൽ ഹൈലൈറ്റ്. ഇതിലിപ്പോ പ്രൈസ് കുറച്ചിട്ട് കിലോമീറ്റർ കൂടുതലുള്ള വണ്ടി, സെക്കൻഡ് ഓണർ, തേർഡ് ഓണർ ഡിപ്പെൻസ് ആണ് പ്രൈസ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 47,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. 24.5 ലക്ഷം. മറ്റേ നമ്മളെ കണ്ടത് 25.5 ലക്ഷമാണ്. അത് 40,000 കിലോമീറ്റർ ഓടിയത്. നമുക്ക് ഓൺ ടേബിളിൽ ചെറിയ മാറ്റം എന്തെങ്കിലും വരുത്താം, ചെയ്തു കൊടുക്കാം.
ഓൺ ടൈമിൽ വരുത്താണ്ട് ഇപ്പൊ ഇവിടെ കച്ചവടം നടക്കും. അതെ അതെ അതെ, വീഡിയോയിൽ കമന്റ് കുറെ എല്ലാവരും കൂടുതലാണ് കമന്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പോ ഇന്ന് ഇവിടെ ഇത്രയും വാഹനങ്ങളെ ഇപ്പൊ ലഭ്യമായിട്ടുള്ളൂ. ഇനി ഏതെങ്കിലും ഇപ്പൊ വർക്കിലൊക്കെ കിടക്കുന്നുണ്ടോ? നമ്മളെ ഒരു വണ്ടി ട്രക്കിലുണ്ട്, വരുന്നുണ്ട്. 2018 ഓഡി A4 35 TDI, ലേറ്റസ്റ്റ് മോഡൽ, ന്യൂ ഷേപ്പ്. 2018 ഓഡി A4 35 TDI ടെക്നോളജി പാക്ക്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഒരു 48,000 കിലോമീറ്റർ ഓടിയ വണ്ടി വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ വരാൻ? അത് നമുക്ക് നല്ല വണ്ടിയാ. ആരുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. വണ്ടി നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഇവിടെ ബാംഗ്ലൂർ എത്തും. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാലും പോവാത്ത ഒന്നാണ് മിനി കൂപ്പർ. ഒരു കസ്റ്റമർ ഇപ്പോഴും ഒരു 75,000 എന്റെ കയ്യിൽ ഇപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് കിടക്കുക. പുള്ളിക്ക് ലോൺ കിട്ടാൻ പുള്ളിന്റെ ബ്രദറിന്റെ പേരിലും 2-3 ആളെ പേരിൽ കൊടുത്തു. നല്ല കസ്റ്റമർ. അപ്പൊ പുള്ളി ഇപ്പൊ ഇന്നലെ 2 ദിവസം മുന്നേ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരും ഉണ്ടെങ്കിൽ കൊടുക്കി എന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു മിനി കൂപ്പർ. അതും താല്പര്യം. കൂപ്പർ എസ് അല്ലേ? കൂപ്പർ ഡി ലോ കിലോമീറ്റർ, ഒരു ബ്ലൂ കളർ 15,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. വഫീഖ് ബൈന, അതായത് ഡീൽ യുവർ റൈഡ്, ഇതാണ് ഷോറൂമിൻ്റെ പേര്. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, ആരെ കൊണ്ടുവന്ന് വേണമെങ്കിൽ. അതെ അതെ അതെ, ഒരുപാട് ഇൻസ്പെക്ഷൻ ടീംസ് ഉണ്ടല്ലോ. നമ്മളെ വണ്ടിയൊക്കെ ഇൻസ്പെക്ഷൻ ടീം വന്നിട്ട് ഇവിടെ എല്ലാവരും ചെക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പണ്ട് കാലത്ത് തുടങ്ങിയിരുന്നു. 2019 ടൈമിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു. പിന്നെ നടക്കാത്തതുകൊണ്ട് വിട്ടതാണ് ഇൻസ്പെക്ഷന്. ഓക്കെ, ഒന്നാമത് നമ്മളെ കംപ്ലീറ്റ് എല്ലാ വണ്ടികളും ക്രോസ് ചെക്ക് ചെയ്ത് എടുക്കുന്ന. എന്താ വെച്ചാൽ ഒന്നാമത് അത്രയും നല്ലത് മാത്രമേ എടുക്കുള്ളൂ. നമുക്ക് യൂസ് ചെയ്യാനുള്ള കണ്ടീഷനിലാക്കിയിട്ട് വണ്ടി ഇവിടെ വെക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ ഏത് വണ്ടി ഇതിൽ എടുക്കുകയാണെങ്കിലും ഒരു വീൽ അലൈൻമെന്റ് വരെ ചെയ്യാത്ത വണ്ടി ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. വിത്ത് വൈപ്പർ ബ്ലേഡ് അടക്കം അത്രയും പെർഫെക്റ്റ്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. വഫീഖ് ബൈ, താങ്ക് യു, ബൈ.